എനിക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന പോലെ ഒരു ദൈവശക്തി പ്രവഹിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ പരിഹാരം ഉണ്ടാകാൻ പോവാ. നിനക്കെതിരെ ഉണ്ടാക്കിയ ചില ആലോചനകൾ അബദ്ധമാകാൻ പോകുകയാ, അബദ്ധമാകാൻ പോകുകയാ, അബദ്ധമാകാൻ പോകുകയാ, അബദ്ധമാകാൻ പോകുകയാ. ഉറപ്പുള്ളവർ ആമീൻ പറഞ്ഞു. തല ഉയർത്തുന്ന ദൈവം. നീ താണു കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാ. നിന്റെ കുടുംബം കുനിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ ഇന്ന് രാവിലെ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാ. ലോകത്തിൽ എല്ലാവരും നിങ്ങളുടെ തല താഴ്ത്തിക്കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിന്റെ തല ഉയർത്തിക്കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ആത്മാവ് പറയുക, നിന്റെ കുടുംബത്തെ ഓടിച്ച് കളഞ്ഞവനെ വിട്ട ചിലത് ഓടിപ്പോകാൻ പോകുകയാ. എത്ര നാളും നിന്റെ കുടുംബത്തെ ഓടിച്ചോ അത്രയും ശക്തിയോടെ ചിലത് വിട്ട് ഓടിപ്പോകുന്ന ദിവസമായി ഇന്ന് രാവിലെ മാറാൻ തുടങ്ങുക. ഇപ്പോഴത്തെ പ്രശ്നം എന്നാ? വേദപുസ്തകത്തിലേക്ക് തിരിയുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കാൻ തുടങ്ങുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. നീയോ യഹോവേ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന മെസ്സേജ്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. മെസ്സേജുകൾ എഴുതുന്നവർക്ക് വേണ്ടി തലക്കെട്ട് പറയുകയാണ്, തല ഉയർത്തുന്ന ദൈവം. കരമുയർത്തി ഒരു ആമീൻ പറഞ്ഞേ. തല ഉയർത്തുന്ന ദൈവം, തല ഉയർത്തുന്ന ദൈവം. എല്ലാവരും പറഞ്ഞേ, തല ഉയർത്തുന്ന ദൈവം. ചില ആളുകളുടെ തലകളെ ദൈവം ഇന്ന് രാവിലെ ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നവർ ആ വചനമൊന്ന് ഏറ്റെടുത്ത് ദൈവത്തെ അല്പനിമിഷങ്ങൾ സ്തുതിച്ചാട്ടെ. എല്ലാ ദൈവത്തിൻ്റെ മക്കളും ഈ വചനമൊന്ന് ഏറ്റെടുത്ത് അധരങ്ങളൊന്ന് തുറന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. നിന്റെ തല ഉയർത്തുന്ന ദൈവമുണ്ട്, നിന്റെ കുടുംബത്തിൻ്റെ തല ഉയർത്തുന്ന ദൈവമുണ്ട്, നിന്റെ തലമുറകളുടെ തല ഉയർത്തുന്ന ദൈവമുണ്ട്, നിന്റെ വീടിൻ്റെ തല ഉയർത്തുന്ന ദൈവമുണ്ട്. ഇന്ന് രാവിലെ ദൈവം നിന്റെ തല ഉയർത്തുന്ന ദിവസമായി മാറാൻ പോകുകയാ. നിന്റെ തല ഉയർത്തുന്ന ദിവസമായി മാറാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്നവർ ആധരം തുറന്ന് പ്രാർത്ഥിച്ചോ. ദൈവമേ, എൻ്റെ തല ഉയർത്തുവാൻ നിന്റെ കരം എൻ്റെ മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രമെന്ന് പറഞ്ഞു. ഈ രാവിലെ ദൈവം നിന്റെ തല ഉയർത്താൻ പോകുകയാ. ദൈവം നിന്റെ കുടുംബത്തിൻ്റെ തല ഉയർത്തുക. ദൈവം നിന്റെ സന്താനങ്ങളുടെ തല ഉയർത്തുന്നതിന് ഈ രാവിലെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരമടിച്ച് ആമീൻ പറയാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും ആമീൻ പറഞ്ഞു. ഇന്ന് രാവിലെ ദൈവം നിന്റെ തല ഉയർത്തുകയാ. ദൈവം നിന്റെ തല ഉയർത്തുകയാ. ദൈവം നിന്റെ തല ഉയർത്തുകയാണ്. എല്ലാവരും ആ വാക്ക് പറഞ്ഞേ, എൻ്റെ തല ഉയർത്തുന്ന ദൈവം. കരമുയർത്തി പറഞ്ഞ്, എൻ്റെ തല ഉയർത്തുന്ന ദൈവം. നല്ലൊരു വാക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയണം, നിങ്ങളുടെ തല ഉയർത്തുന്ന ദൈവം. ഈ സങ്കീർത്തനം ചമയ്ക്കുന്നത് ദാവീദാണ്. ഭക്തനായ മനുഷ്യൻ, ഭക്തശിരോമണിയായ മനുഷ്യൻ, പാടാൻ കഴിവുള്ള, കിന്നരം വായിക്കാൻ കഴിവുള്ള, രാജതന്ത്രികൾ മീട്ടുവാൻ കഴിവുള്ള, വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും ഒക്കെ ഒറ്റപ്പെടുത്തി വനാന്തരത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന വഴിക്ക് പാട്ടുകൾ പാടിത്തുടങ്ങിയ മനുഷ്യൻ. അവൻ്റെ പാട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ദൈവം അവന് പ്രമോഷൻ കൊടുത്തു. ഒരാമീൻ പറഞ്ഞു. ദൈവം പ്രമോഷൻ കൊടുത്ത് രാജസ്ഥാനത്ത് അവനെത്തി. രാജസ്ഥാനത്ത് അവൻ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് ഒന്നൊന്നായി പരീക്ഷകൾ മുന്നോട്ട് വരാൻ തുടങ്ങി. ഒരു ദൂത് പറയാം, പരീക്ഷകൾ നല്ലതിനു വേണ്ടിയാണ്. പരീക്ഷകൾ നീ കൊള്ളാവുന്നവനായി തെളിയാൻ വേണ്ടിയാണ്. പരീക്ഷകൾ നിന്റെ കുടുംബത്തിൽ അത്ഭുതം നടക്കാൻ വേണ്ടിയാണ്. പരീക്ഷകൾ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറാൻ വേണ്ടിയാണ്. പരീക്ഷകൾ ഇന്ന് രാവിലെ നിന്നെ തകർത്ത് കളയാൻ വേണ്ടിയല്ല, അത്ഭുതങ്ങൾ സൃഷ്ടിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ ചലിക്കുന്ന ദിവസമായി ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റി തുടങ്ങാൻ പോകുകയാ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം അവന് വേണ്ടി ഒരുക്കിയിട്ടുള്ള വാടാത്ത കിരീടം ദൈവം അവന് വേണ്ടി കൊടുക്കും.
ഇതിൻ്റെ തലക്കെട്ട് നമ്മൾ വായിക്കാൻ പോകുക. ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ തലക്കെട്ട് എന്താണ്? പ്രമേയ വിഷയം എന്ന് വായിച്ച് എനിക്ക് കാണാതെ പറയാൻ അറിയാം, പക്ഷേ പ്രമേയ വിഷയം നിങ്ങളൊന്ന് കേട്ടിട്ട് നമുക്ക് തുടരാം. വായിച്ച മോളെ, എന്താണ് അതിന്റെ കാര്യം എന്ന് വായിച്ചു. ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. എപ്പ പാടിയതാ? ഓടിയപ്പോ പാടിയതാ. എപ്പോഴാ? ഓടുമ്പോ പാടുവോ? ഇല്ല, ഓടുമ്പോ പ്രാകും. ദാവീദ് പ്രാഗല്ല, പാടുക. അതെന്നാ? അഭിഷേകം. ഓടുമ്പോ പാടുക. പാടുവോ? പറ്റുവോ? ഓടുമ്പം പാടാൻ പറ്റുമോ? ഓടിക്കൊണ്ട് പാടുക. എന്തുവാ പാടിയത്? തല ഉയർത്തുന്ന ദൈവം. പറ്റുമോ? ഞാൻ ഈ ചരിത്രം വായിച്ചിട്ട് കരഞ്ഞുപോയി. ഈ ചരിത്രമുണ്ട്, ഞാൻ വായിച്ചു കേൾപ്പിക്കും നിങ്ങളെ. എനിക്കിത് പറഞ്ഞു കേൾപ്പിക്കാൻ അറിയാം. തല കുനിച്ചും കൊണ്ട് ഈ ഭക്ത ശിരോമണിയായ മനുഷ്യൻ, രാജാവാണ്, കാലിൽ ചെരുപ്പിടാതെ ഒലിവുമലയുടെ കയറ്റം കയറുകയാ. 3 കഥാപാത്രങ്ങൾ രംഗത്ത് പ്രത്യക്ഷപ്പെടുകയാ. ശപിച്ചുകൊണ്ട് അബീശായും, നിന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആളുകളും, ദൂത് പറയേണ്ട ഭക്തനായ മനുഷ്യൻ നെഗറ്റീവ് വാക്കും പറഞ്ഞു മുൻപിൽ എത്തി നിൽക്കുമ്പോൾ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞു, നീ എനിക്ക് പരിചയമാണ്, നീ എനിക്ക് സങ്കേതമാണ്, നീ എനിക്ക് മഹത്വമാണ്. ഈ അനുഭവത്തിൽ കൂടെ പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, അവൻ നിനക്ക് പരിചയമാണ്, അവൻ നിനക്ക് മഹത്വമാണ്, അവൻ നിനക്ക് പരിചയമാണ്, അവൻ നിനക്ക് മഹത്വമാണ്, അവൻ നിന്റെ തല ഉയർത്തുന്നവനാണ്, അവൻ നിന്റെ തല ഉയർത്തുന്നവനാണ്. കൈപൊക്കി ഒരു ആമീൻ പറഞ്ഞേ. ദൈവം ആരാണ്? നീ എനിക്ക് ആരാണ്? പരിചയമാണ്, മഹത്വമാണ്, തല ഉയർത്തുന്നവനാണ്. ഞാനിത് 3 വിവരിക്കും. ഓക്കെ, ഇപ്പോഴത്തെ പ്രശ്നം എന്നാ? എന്തുവാ ദാവീദിന്റെ പ്രശ്നം? ഓടുക. എന്നാ? ഓടുക എന്നല്ല, ഓടിക്കുക. ആരാ ഓടിക്കുന്നേ? മോന്, സ്വന്തം മകൻ. ഇവൻ ഓടിക്കാൻ തുടങ്ങിയപ്പോ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നറിയോ? ദാവീദിന് ആലോചന പറഞ്ഞ അഖീതോബേൽ കൂടെ ഉണ്ട്. അഖീതോബേൽ ആരാന്നറിയോ? അഖീതോബേൽ ദൈവത്തിന്റെ വചനം വരവണ്ണം വിട്ടുമാറാത്ത ദൈവത്തിന്റെ പ്രവാചകനാണ് അഖീതോബേൽ. ദാവീദിന് കൃത്യമായിട്ട് അഖീതോബേലിനെ അറിയാം. അഖീതോബേൽ ഒരു ആലോചന പറഞ്ഞാൽ ആലോചന വരവണ്ണം മാറത്തില്ലെന്ന് കൃത്യമായിട്ട് ബോധ്യമുണ്ട് ദാവീദിന്. ഈ ദാവീദ് ആ അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, അഖീതോബേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ. എന്താ വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? നിനക്കെതിരെ ഉണ്ടാക്കിയ ചില ആലോചനകൾ അബദ്ധമാകാൻ പോകുകയാ, അബദ്ധമാകാൻ പോകുകയാ, അബദ്ധമാകാൻ പോകുകയാ, അബദ്ധമാകാൻ പോകുകയാ. ഉറപ്പുള്ളവർ ആമീൻ പറഞ്ഞു. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ നിനക്കെതിരെ ശത്രുക്കൾ അഭിഷേകമുള്ളവർ കരമടിച്ച് ആത്മാവിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ്, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച്, ആത്മാവിൽ ദൈവത്തിന് മഹത്വമർപ്പിച്ച്, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച്, ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച്, ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിച്ചോ. കരമൊന്ന് പൊക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ, ദാവീദ് രാജസ്ഥാനത്ത് ഭരണം ഏറ്റെടുത്ത് തുടങ്ങിയ ആ സമയം മുതൽ അവന് നാട്ടിൽ നിന്ന് പ്രതിസന്ധികൾ ഒന്നിന് പുറകെ ഒന്നൊന്നായി വരാൻ തുടങ്ങി. ഇനി നിങ്ങൾ എന്നെ കേട്ടോണം. നാട്ടിലെ പ്രശ്നം അടിച്ചമർത്താം, വീട്ടിലെ പ്രശ്നം ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രശ്നം വീട്ടിലാ. പ്രശ്നം എവിടാ? വീട്ടിലാ. ആരാ പ്രശ്നകാരൻ? സ്വന്തം രക്തത്തിൽ പറഞ്ഞ മകൻ. ഈ രാവിലെ ദൂത് പറയാം, കുടുംബങ്ങളിലെ പ്രശ്നം പരിഹരിക്കപ്പെടും. പ്രശ്നം കുടുംബത്തിലാണെങ്കിൽ പരിഹരിക്കപ്പെടും.
ഇന്ന് രാവിലെ പ്രശ്നം മറ്റൊരു സ്ഥലത്താണെങ്കിൽ പരിഹരിക്കപ്പെടും. ഇത് പ്രവചനമായിട്ട് ഞാൻ പറയുക. പ്രശ്നം ആരാണെങ്കിലും ഇന്ന് രാവിലെ ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുക. ഈ രാവിലെ ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുക. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുക. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോവുക. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുക. പരിശുദ്ധാത്മാവിൽ ദൂതെടുത്ത് ചിലതിനെ പരിഹരിക്കാൻ വേണ്ടിയ, ചില വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയ. കൈയൊന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞു. എനിക്ക് ഈ കാര്യം ഇച്ചിരി നേരം പറയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഒന്ന് കൊണ്ടുവരുന്നത്. നിങ്ങളൊന്ന് കേട്ടുകൊള്ളുക. ഇപ്പോഴത്തെ പ്രശ്നം ദാവീദിന്റെ മകനാ. ആരാണ്? മകനാണ്. മകൻ എന്നാ പ്രശ്നം എന്നാ? മകന്റെ പ്രശ്നം എന്നാ? അവന് രാജാവാകണം. ആരാകണം? രാജാവാകണം. എൻ്റെ മനസ്സിലെ ചിന്ത ഇങ്ങനെ, ഞാൻ ഈ പാഠഭാഗവതിൻ്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ, 2-3 ചരിത്ര പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ചരിത്ര പുസ്തകമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു ചിന്ത, ഇന്നത്തെ കാലത്ത് ഇങ്ങനൊന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു കേട്ടോ. സ്വന്തം അമ്മയ്ക്ക് മോളെ ഇഷ്ടമില്ല. മോള് മിടുമിടിക്കുക. സ്വന്തം അമ്മ, ആ മോളിവിടെ ഉണ്ട്, ഈ ആരാധനയിലുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമല്ല മോളെ. അമ്മ പഠിപ്പിക്കുകയല്ല. അമ്മയ്ക്ക് ഗവൺമെന്റ് സർവീസിൽ 1.25 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അമ്മ പഠിപ്പിക്കുകയല്ല. അമ്മയോട് ആരാണ്ട് പറഞ്ഞു കൊടുത്തു മക്കളെ സ്നേഹിക്കണ്ടെന്ന്. അതുകൊണ്ട് സ്വന്തം പൊന്നുമോളെ അമ്മയ്ക്ക് ഇഷ്ടമില്ല. അവളിന്നിവിടെ നിൽക്കുന്ന പ്രാർത്ഥനയുടെ പവറാ. അവളിന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയുടെ പവറാ. മനസ്സിലാകുന്നുണ്ടോ? നിന്നെ ആര് തിരസ്കരിച്ചാലും വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ പോവാ. അത് അപ്പൻ മാറ്റി നിർത്തിയാലും, അമ്മ മാറ്റി നിർത്തിയാലും, വീട്ടുകാര് മാറ്റി നിർത്തിയാലും, മരുമോള് മാറ്റി നിർത്തിയാലും, മരുമോൻ മാറ്റി നിർത്തിയാലും, സ്വന്തം കൂടപ്പറപ്പ് മാറ്റി നിർത്തിയാലും, മക്കള് മാറ്റി നിർത്തിയാലും, ഇന്ന് രാവിലെ പരിഹാരം ഉണ്ടാകാൻ പോവാ. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഞാൻ എന്തുവേലും ചെയ്താ വിജയിക്കണം. ചില കണ്ടിട്ടുണ്ടോ, കച്ചവടം ചെയ്താൽ അത് 8 നിലയ്ക്ക് പൊട്ടും. അത് ഗുണമാ. ഒരു സ്വത്രം പറ. നമ്മുടെ നാടൻ ഭാഷയിൽ എൻ്റെ പേര് വിളിക്കുക എന്നാന്നറിയാം, ദൈവാധീനം എന്ന് പറയും. സത്യമല്ലേ? നമ്മൾ പറയത്തില്ലേ അവക്ക് ഭയങ്കര ദൈവാധീനമാണെന്ന്. ശരിക്കും ചിലരാണെങ്കിൽ ഒരു വീട്ടിൽ കയറിയാൽ പിന്നെ അവിടെ അടിയായിരിക്കും. നിങ്ങളോട് ഞാൻ ശരിക്കും പറയാം, അഭിഷേകം ഉള്ളവരുടെ കമ്പനി കൂടാവും. കുറ്റം പറയുന്നതോട് കൂടല്ലേ പെട്ടുപോകും. അതാ ഒരാൾ വീട്ടിൽ കയറി അതിനകത്ത് അനുഗ്രഹം ഉണ്ടെങ്കിലേ പ്രാർത്ഥിച്ചവരെ വീട്ടിൽ കയറ്റാവും. ബാക്കി പറയാൻ പോവാ. ദാവീദ് ചെന്നിടത്ത് എല്ലാം ദൈവം അവൻ എന്നാ കൊടുത്തു? വിജയം കൊടുത്തു. പറഞ്ഞേ, എന്നാ കൊടുത്തു? ഒന്നുകൂടെ പറഞ്ഞു. ദാവീദ് ചെന്നിടത്ത് എല്ലാം ദൈവം അവന് വിജയം കൊടുത്തു. എന്നിട്ട് അടുത്ത വാക്യം, ഇങ്ങനെ ശത്രുക്കളെ ദൈവം അവന്റെ മുൻപിൽ തോൽക്കുമാറാക്കി. ഇങ്ങനെ ശത്രുക്കളെ ദൈവം അവന്റെ മുൻപിൽ തോൽക്കുമാറാക്കി. ദൈവം നിന്നെ വിളിച്ചത് തോക്കാനല്ല, തോൽപ്പിക്കാനാ. കൈ പൊക്കി ഒരു ആമീൻ പറ. തോൽക്കാൻ വിളിച്ചതല്ല, തോൽപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഇനി ബാക്കി കാര്യം അങ്ങോട്ട് പറയുക. ഈ പരീക്ഷ എല്ലാം കഴിഞ്ഞപ്പോൾ അംശാലോം തുടങ്ങി, അവന്റെ പ്രതിസന്ധികൾ തുടങ്ങി. മോളെ വായിക്കുക. അപ്പോൾ ദാവീദ് യെരൂശലേമിൽ തന്നോട് കൂടിയുള്ള സകല ഭൃത്യന്മാരോടും നാം എഴുന്നേറ്റ് ഓടിപ്പോക, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്ശാലോമിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകുകയില്ല. അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന്. എന്റെ ഒരു ചോദ്യം, ഈ അബ്ശാലോമിന്റെ കൂടെ എത്ര പേരുണ്ട്? ഏറി വന്ന 400 പേര്. ദാവീദിനോട് എത്ര പേരുണ്ട്? കാലാൾ മാത്രം അസംഖ്യമുള്ള സൈന്യത്തിന്റെ നായകനാണ് ഈ നിൽക്കുന്ന മനുഷ്യൻ. അല്ല, അത് പോരാ. ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും എറിയാൻ അറിയാവുന്നവൻ, സിംഹത്തെ താടിക്ക് പിടിച്ച് കീറിക്കളഞ്ഞവൻ, ഒറ്റയാടിക്ക് കരടിയെ കൊന്നുകളഞ്ഞവൻ, അത്രയ്ക്ക് ബലശാലിയായ മനുഷ്യൻ മിണ്ടാ നിന്ന് പകച്ചു നിൽക്കുന്നത് സ്വന്തം മകന്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാ. എന്നാ പ്രശ്നം എന്നറിയോ? ഈ പ്രശ്നം സ്വന്തം മകനാ. ഈ മകനോട് എതിരിടാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ടാ ദാവീദ്, ഈ ചില ആളുകൾ വിചാരിക്കുന്നത് അവരെ പേടിച്ചിട്ട അല്ല. ഒരാമീൻ പറ. അല്ല, പേടിച്ചിട്ടല്ല. അല്ല, ദാവീദ് എതിരിട്ട അംശാലോം കാണുമോ? കാണത്തില്ല. അംശാലോം കാണുകയല്ല. തോറ്റുകൊടുത്ത ദാവീദിനൊന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല.
ഓടുന്നത് പേടിച്ചിട്ടുമല്ല, തിരിച്ചു എന്നാൽ ഇവൻ കാണത്തുമില്ല. പക്ഷേ ദൈവം അവനോട് പറഞ്ഞു, നിനി അവിടെ നിന്നോ, ഒരു ജയമുണ്ട്. കൈയൊന്ന് പൊക്കി ഒരു ആമീൻ പറഞ്ഞോ. ഞാൻ 2-3 ദൂതുകൾ ഈ വിഷയത്തിൽ പറയുക. ചില അനർത്ഥങ്ങൾ ഒഴിവാകും, ചില കുടുംബങ്ങളിൽ നിന്ന് അനർത്ഥങ്ങൾ മാറിപ്പോകും, ചില മക്കളിൽ നിന്ന് അനർത്ഥങ്ങൾ മാറിപ്പോകും, ചില വീട്ടിൽ നിന്ന് അനർത്ഥങ്ങൾ മാറിപ്പോകും. എനിക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന പോലെ ഒരു ദൈവശക്തി പ്രവഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ എന്നോട് പറയുക, ചില കുടുംബങ്ങൾക്കകത്ത് അനർത്ഥങ്ങൾ മാറിപ്പോകയാ, അനർത്ഥങ്ങൾ മാറിപ്പോകയാ, അനർത്ഥങ്ങൾ മാറിപ്പോകയാ. പ്രാർത്ഥിച്ചോ. ഇന്ന് രാവിലെ ദൈവം നിന്റെ മേൽ നിന്ന അനർത്ഥങ്ങളെ ഈ രാവിലെ പൊട്ടിച്ചു കളയുക. നിനക്കെതിരെ നിൽക്കുന്ന അനർത്ഥങ്ങളെ ഇന്ന് രാവിലെ ദൈവം ഉടച്ചു കളയുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ അനർത്ഥങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ അനർത്ഥങ്ങളും മാറിപ്പോകട്ടെ. ഒരു മണി ഈ 1 മണി ആവുന്നുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന്, എനിക്ക് കഴിഞ്ഞ 2-3 ആഴ്ചത്തെ മെസ്സേജ് തീർക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ ഈ കാര്യം പറയും. ഈ മനുഷ്യനിപ്പോൾ ചെരുപ്പിടാതെ, തലമുടി ചീകാതെ ഒലിവുമലയുടെ കയറ്റം കയറുകയാണ്. 35-ാമത്തെ വാക്യം ആണോ? 31 മോളെ വായിച്ചോ. 31-ാമത്തെ വാക്യം. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ. മോളെ അതിന്റെ മേളത്തെ പാരഗ്രാഫ് വായിച്ചേ. ദാവീദ് തലമുടി ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട്. ഒരു മിനിറ്റ്. ആണുങ്ങളെ തല മൂടത്തില്ല പഴയ നിയമത്തെ പ്രാർത്ഥനയിൽ. ചെരുപ്പിടാതെ നടന്ന് കരഞ്ഞും കൊണ്ട്. നിങ്ങൾ കേട്ടോ, ഓടിപ്പോയെന്ന് പറഞ്ഞില്ലേ? ഓടിയത് തലമൂടി ചെരുപ്പിടാതെ കരഞ്ഞും കൊണ്ട് ഓടിപ്പോകയാ. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഒരു അറിവ് കിട്ടി. എന്നാ അറിവെന്നറിയാമോ? ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവചിക്കുന്ന മനുഷ്യൻ അബ്ശാലോമിന്റെ കൂടെയുണ്ട് എന്ന വാക്കിന് അറിവ് കിട്ടിയ 31-ാമത്തെ വാക്യം വായിച്ചോ മോളെ. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവേ, ഒരു കാര്യം ഞാൻ പറയാം, എന്തറിവ് കിട്ടിയാലും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, പ്രാർത്ഥിച്ചാ മതി. രാമിൻ പറഞ്ഞോ. ഇന്ന് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. നിനക്കെതിരെ അവരും ഇവരും ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ നീ പ്രാർത്ഥിച്ചോണം കേട്ടോ. പ്രാർത്ഥിച്ചോണം. ഇന്ന് രാവിലെ നീ പ്രാർത്ഥിച്ചോണം. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ പോകുകയാ. അടകന ഘടക ശംബരാധിയാന ഘടക. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ എന്നോട് പറയുക, ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കാൻ പോകുകയാ. ഇന്ന് രാവിലെ നിന്റെ പ്രാർത്ഥനകൾ എന്റെ ദൈവം കേൾക്കാൻ പോകുകയാ. പ്രാർത്ഥനകൾ ദൈവം കേൾക്കാൻ പോകുകയാ. ദൈവമക്കളെ, ഇതാണ് ചരിത്ര പശ്ചാത്തലം. ഇതാണ് ഈ സംഭവത്തിന്റെ ചരിത്ര പശ്ചാത്തലം. ഇനി നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് വരിക. നമ്മൾ വായിക്കുക. ദാവീദ് സ്വന്തം മകനായ അബ്ശാലോമിനെ വായിക്കും. ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ഒരു മിനിറ്റ്. ഓടുമ്പോഴും പാടണം, തലമുടി ചീകാൻ പറ്റാത്തപ്പോഴും പാടണം, തല കുനിച്ചു നിൽക്കുമ്പോഴും പാടണം, അപമാനിക്കപ്പെട്ട തല താഴ്ത്തുമ്പോഴും പാട്ടുപാടണം. എന്താ പാടേണ്ടത്? ദൈവം എന്റെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി. ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. ഈ രാവിലെ ദൂത് കേട്ടോ. പരിശുദ്ധാത്മാവാം ദൈവം എന്നോട് പറയുകയാണ്, ഓടുമ്പോൾ പാടിയ സങ്കീർത്തനം. എപ്പോഴാ? ഓടുമ്പം പാടുക അല്ലേ? ഓടുവല്ല, ഓടിക്കുക. ആര്? സ്വന്തം മോൻ. എവിടുന്ന്? വീട്ടിൽ നിന്ന്. അപ്പൊ പാടാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. പറ്റുമോ? പാടാൻ പറ്റുമോ? ഓക്കെ, ദാവീദൊക്കെ പോട്ടെ. സൂസമ്മയുടെ കാര്യം ആലോചിച്ചേ, നിങ്ങളുടെ കാര്യം ആലോചിച്ചേ. നിങ്ങളാണെങ്കിൽ എന്നാ ചെയ്യും?
സുരേഷ് പാസ്റ്റർ നമ്മളാണ് എന്നെ ചെയ്യും. നമ്മൾ ടെൻഷൻ അടിച്ച് ചാവും. ദാവീദിന് ടെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പോഴാ ദാവീദ് പറയുന്നേ, നീയോ യഹോവേ എൻ്റെ പരിചയം, എൻ്റെ മഹത്വവും, എൻ്റെ തല ഉയർത്തുന്നവനുമാണ്. എന്നാ സൂപ്പറാ വാക്കല്ലേ? നീയോ യഹോവേ എൻ്റെ ചുറ്റും പരിച, എൻ്റെ മഹത്വം, എൻ്റെ തല ഉയർത്തുന്നവൻ. ഓക്കെ, പരിചയം എവിടാ പിടിക്കുന്നേ? പരിചയം എവിടാ പിടിക്കുന്നേ? പരിചയം എവിടാ പിടിക്കുന്നേ? തലയിലോ? പരിചയ കയ്യിലല്ല, പരിചയ ഫ്രണ്ടിലാ പിടിക്കുന്നേ. മഹത്വം എവിടാ? മഹത്വം ചുറ്റും. തല ഉയർത്തുന്ന എവിടാ? തലയുടെ മുകളിൽ. കൈ ഉയർത്തി ഒരു ആമീൻ പറ. 4 സൈഡിലും പ്രൊട്ടക്ഷനായി മനുഷ്യന്. മുമ്പിൽ ദൈവത്തിന്റെ മഹത്വം നിൽപ്പുണ്ട്, മുമ്പിൽ ദൈവത്തിന്റെ പരിചയമുണ്ട്, ചുറ്റും ദൈവത്തിന്റെ മഹത്വമുണ്ട്. ഇന്ന് രാവിലെ ആത്മാവ് ഇടപെടുക. നിനക്ക് ചുറ്റും അവൻ പരിചയമാണ്, നിനക്ക് ചുറ്റും അവൻ മഹത്വമാണ്. തുടങ്ങിയുള്ളൂ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. നിനക്ക് എതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഈ രാവിലെ പ്രാർത്ഥിക്കാൻ നീ എഴുന്നേക്ക, നീ ആരാധിക്കാൻ എഴുന്നേക്ക, സ്തോത്രം ചെയ്യാൻ എഴുന്നേക്ക, ദൈവത്തെ സ്തുതിക്കാൻ എഴുന്നേക്ക. നിന്റെ വിഷയം ദൈവത്തിന്റെ അടുത്ത് കൊടുക്ക. എന്നിട്ട് ദൈവത്തോട് പറ, കർത്താവേ ഈ വിഷയം കൈകാര്യം ചെയ്യണം, എനിക്ക് പ്രയാസമുള്ള വിഷയമാണ്, എനിക്കിത് പ്രയാസമാണ്, ഇത് അവിടുന്ന് കൈകാര്യം ചെയ്യണം എന്ന് ദൈവത്തോട് പറഞ്ഞു. എന്റെ ദൈവം ഇന്ന് രാവിലെ ആ വിഷയം കൈകാര്യം ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. നിനക്ക് പ്രയാസമുള്ള വിഷയം ഇന്ന് രാവിലെ ദൈവം കൈകാര്യം ചെയ്യാൻ പോകുക. അത് ശാരീരികമാണെങ്കിൽ അങ്ങനെ, മാനസികമാണെങ്കിൽ അങ്ങനെ, കുടുംബത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ. എന്റെ ദൈവം ഇന്ന് രാവിലെ ആ വിഷയത്തെ പരിഹരിക്കാൻ പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാവിലെ ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്ന രാവിലെയാകട്ടെ. ഹല്ലേലൂയ. ദാവീദ് ഓടുമ്പോൾ പാടിയ സങ്കീർത്തനമാണിത്. ഓടുമ്പോ ശരിക്കും പ്രാകേണ്ടതാ. പ്രാകുമായിരുന്നോ? അല്ല, തല ഉയർത്തുമെന്നാ പറഞ്ഞേ. നീ എനിക്ക് പരിചയമാണെന്നാ പറഞ്ഞേ, നീ എൻ്റെ മഹത്വമാണെന്നാ പറഞ്ഞേ. തോറ്റു നിൽക്കുമ്പോഴും പറയണം നീ എൻ്റെ മഹത്വമല്ല. പരാജയപ്പെട്ടു നിൽക്കുമ്പോഴും പറയണം നീ എൻ്റെ പ്രതിഫലമാണെന്ന്. ജീവിതത്തിനകത്തെല്ലാം തിന്മയാകുമ്പോൾ പറയണം നീ എൻ്റെ തല ഉയർത്തുന്നവനാണ്, നീ എൻ്റെ തല ഉയർത്തുന്നവനാണ്. നീ ഞാൻ സംഭവിച്ച ഉദാഹരണം കാണിക്കാൻ പോവാ, കണ്ടോണം. ഈ മനുഷ്യന് ഒലിവുമലയുടെ കയറ്റം കയറുക, ദാവീദ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ. കൂടെ ദാവീദിന്റെ കൂടെ ആളുകളുണ്ട് കേട്ടോ. ദാവീദ് ഒറ്റയ്ക്കൊന്നുമല്ല, അവൻ്റെ കൂടെയുള്ള പുരോഹിതന്മാരുണ്ട്, അവൻ്റെ കൂടെയുള്ള അധിപതിപന്മാരുണ്ട്, സൈന്യാധിപന്മാരുണ്ട്. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഓടിപ്പോകുക. 31 വാക്യം മുതൽ വായിച്ച് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വായിച്ചോ മോളെ. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകാരിൽ അഹീതോബേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവേ അഹീതോബേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. ഒരു കാര്യം, അഹീതോബേൽ പറയുന്ന ആലോചന പച്ചലയും കത്രികയും പോലെ. പക്ഷെ അഹീതോബേലിന്റെ ആലോചന ദൈവം അബദ്ധമാക്കിയോ? ആക്കിയൊന്നോ ഇല്ലെന്നോ? ആക്കി. മനസ്സിലായോ? നിനക്കെതിരെ ഉണ്ടാക്കുന്നതിലെ ആലോചന അബദ്ധമാകും. ഇവിടുത്തെ ഏറ്റവും കെട്ടുകെട്ടിയ മന്ത്രവാദിയായിരിക്കും ആലോചന ഉണ്ടാക്കിയത്, പക്ഷെ അബദ്ധമാകും. ഇന്ന് രാവിലെ അബദ്ധമാകും. ഈ രാവിലത്തെ പ്രാർത്ഥന അബദ്ധമാകും. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല, കർത്താവ് പറയുക, അബദ്ധമാകാൻ പോവാ, അബദ്ധമാകാൻ പോവാ, ആലോചന അബദ്ധമാകാൻ പോവാ. ഹല്ലേലൂയ. ചെയ്തിട്ട് ക്ലച്ച് പിടിക്കുന്നില്ല, ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നില്ല, കുഞ്ഞുങ്ങൾ വഴിയാധാരമായി പോവാ. പേടിക്കണ്ട, ഈ രാവിലെ ആലോചനകൾ അബദ്ധമാകാൻ പോകുകയാ.
ഈ മനുഷ്യൻ എന്നാ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയോ? ഈ പറയുന്ന മനുഷ്യൻ എന്നാ സംഭവിച്ചെന്നറിയോ? അഖീതോവേൽ എന്നാ സംഭവിച്ചെന്നറിയോ? ആർക്കെങ്കിലും പറയാം? അഖീതോവേൽ എന്നാ സംഭവിച്ചെന്നറിയോ? അഖീതോവേൽ വീട്ടിൽ പോയിട്ട്, കല്യാണം കഴിച്ച ആളല്ല കേട്ടോ, വീട്ടിൽ പോയിട്ട് ചോറും കറിയെല്ലാം വെച്ച് കെട്ടിത്തൂങ്ങി ചത്തു. കെട്ടിത്തൂങ്ങി ചത്തു. അതെന്നാ കെട്ടിത്തൂങ്ങി ചത്തേ? ശരിക്കും ചാവേണ്ട ദാവീദായിരുന്നു. ആ പ്രാർത്ഥന തിരിച്ചടിച്ചു. രാമീൻ പറ. നീ ആർക്കും എതിരെ പാര വെക്കാൻ നിൽക്കണ്ട, പ്രാർത്ഥിച്ചാ മതി, മുട്ടുകുത്തി പ്രാർത്ഥിച്ചാ മതി. ഞങ്ങൾ ഓടിയപ്പോ പാടി, മറക്കത്തില്ലല്ലോ ഇത്, നിങ്ങൾ മറക്കില്ല. ഓടിയപ്പം പാടി. എന്തുവാ പാടിയേ? യഹോവേ നീ എൻ്റെ പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഈ മലയാളം വ്യാകരണം അനുസരിച്ച് ഒരെൻ്റെ മതി, 2-3 എൻ്റെ ഉണ്ട്, ഒരെൻ്റെ മതി. എത്ര മതി? ഒരെൻ്റെ മതി. 2-3 പ്രാവശ്യം എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്നാ? ഉറപ്പിച്ച. മനസ്സിലായി? ഓടുമ്പോ ഉറപ്പിച്ച. സ്നേഹിതരെ, നിങ്ങളുടെ അവസ്ഥ മാറും, നിങ്ങളുടെ സ്ഥിതി മാറും. എന്നും നിങ്ങൾ ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇല്ല ഇല്ല, എന്നും നിങ്ങൾ ഇങ്ങനെ ആയിരിക്കത്തില്ല. അവസ്ഥയൊക്കെ മാറും, നിങ്ങളുടെ സ്ഥിതിഗതികളൊക്കെ മാറും. ശത്രുവിന്റെ മുൻപിൽ ദൈവം നിങ്ങളെ മാനിക്കും. ശത്രുവിന്റെ മുൻപിൽ ദൈവം നിനക്ക് മേശ ഒരുക്കും. ദൈവം നിന്റെ തല ഉയർത്തും. ദൈവം നിന്റെ തല ഉയർത്തും. ദൈവം നിന്റെ തല ഉയർത്തും. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, എന്റെ ദൈവം എന്നോട് പറയുക, അവൻ നിന്റെ തല ഉയർത്തും. അവൻ നിന്റെ തല ഉയർത്തും. ഈ ദാവീദിന് ശരിക്കും പല സമയങ്ങളിലും ജയിക്കാൻ കിട്ടിയ അവസരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ചരിത്രം വായിച്ചപ്പോൾ ചരിത്രത്തിനകത്ത് കണ്ട കാര്യമാണ്. ദാവീദിന് ജയിക്കാനായിട്ട് ശരിക്കും ഈ കിങ് ഓഫ് ഡേവിഡ് എന്ന് പറഞ്ഞൊരാളുണ്ട്, സാമ്രാജ്യമുണ്ട്. നിങ്ങൾ ഹിസ്റ്ററി വായിച്ചാൽ ഹിസ്റ്ററിയിൽ കിങ് ഓഫ് ഡേവിഡ് എന്ന് പറഞ്ഞൊരാളുണ്ട്. ചരിത്രം വായിക്കുന്നവർക്ക് വായിക്കാം. നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ഈ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഹിസ്റ്റോറിയന്മാരുടെ ബുക്കിനകത്തുള്ള ചരിത്രങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും. നിങ്ങൾ എന്നെ ഒന്ന് കേട്ടോണം. അദ്ദേഹം ഭരിച്ച, അസീറിയൊക്കെ ഭരിച്ച രാജാക്കന്മാരെ കുറിച്ച് ചരിത്രത്തിനകത്തുണ്ട്. 2 കാര്യം കൂടെ ആ വിഷയത്തിൽ ഞാൻ പറയാൻ തുടങ്ങാം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. ഒന്നാമത്തെ കാര്യം, ദാവീദിന് ഒരു പ്രത്യേകതയുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കോ? ഇല്ലേ? പ്രാർത്ഥന തുടങ്ങണം. നിങ്ങളുടെ കാര്യം പ്രാർത്ഥിച്ചു പറയണം. ദാവീദ് പാടി പറഞ്ഞതാ. എങ്ങനെ? ഇതൊരു പാട്ടാട്ടോ. ഈ സങ്കീർത്തനങ്ങളെല്ലാം പാട്ടാ, അതറിയാമോ? സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തിൽ ദാവീദിന്റെ ആരോഹണ ഗീതം, ദാവീദിന്റെ ആരോഹണ ഗീതമുണ്ട്, അവരോഹണ ഗീതമുണ്ട്. എന്ന് വെച്ചാൽ കീഴോട്ട് പാടുന്നുണ്ട്, മേപ്പോട്ട് പാടുന്നുണ്ട്. അതാ ആരോഹണം. ഇതൊക്കെ ആരോടാ ഒരു സ്വത്രം പറ. അതാ നമുക്ക് ഈ സംഗതി അറിയാം. അതാ എൻ്റെ പ്രശ്നം. നമുക്ക് ഈ കാര്യം അറിയില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഈ ദാവീദ് താഴ്ചയിലൊക്കെ പോയിട്ടുള്ള മനുഷ്യനാണ്. ഇത് ചെറുക്കൻ ആരും ഓടിക്കുക? ചെറുക്കൻ ഓടിക്കുക, മോൻ ഓടിക്കുക. മോൻ ഓടിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ പരിചയ, അവൻ എൻ്റെ മഹത്വ, അവൻ എൻ്റെ തല ഉയർത്തുന്നവനാ. ഭർത്താവ് കുടിച്ചിട്ട് വന്ന് ഓടിക്കുമ്പോൾ ഭാര്യ പറയണം, യഹോവ എൻ്റെ മഹത്വമാകുന്നു. പറഞ്ഞോണം. കുടിച്ചിട്ട് വന്ന് ഭർത്താവ് ഓടിക്കുമ്പം ഭാര്യ പറയണം, യഹോവ എൻ്റെ. നമ്മൾ അന്നേരം അങ്ങനെ, എന്നെ കാണാൻ ഒരു ഡോക്ടർ വന്ന എന്നാ പറയുന്നത്. അങ്ങനല്ല പറയണ്ടേ. യഹോവ എൻ്റെ മഹത്വമാകുന്നു, യഹോവ എൻ്റെ പരിചയമാകുന്നു, യഹോവ എൻ്റെ തല ഉയർത്തുന്നവനാകുന്നു. നിങ്ങൾക്കിത് കേട്ടിട്ടൊരു സന്തോഷം തോന്നില്ലേ? യഹോവ എൻ്റെ തല ഉയർത്തുന്നവനാകുന്നു. യഹോവ എൻ്റെ. ശരിക്കും ഞാൻ ഈ ദാവീദിന്റെ തല ഉയർത്തിയത് നിങ്ങൾക്കറിയോ? ആ നാട്ടിൽ ദൈവം അവനെ മാനിച്ചു. പിന്നെയുള്ള ചരിത്രമൊക്കെ, ദാവീദിന്റെ പിൽക്കാലത്തെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഓക്കെ, ഈ അംശാലോം എന്ന് പറയുന്ന മനുഷ്യൻ ആലോചന പറഞ്ഞു കേട്ടോ. ഇദ്ദേഹത്തോട് ആലോചന, മോളെ കണ്ടോ നീ ആ വാക്ക്? അംശാലോം ആലോചനയൊക്കെ പറഞ്ഞു. ആലോചന പറഞ്ഞിട്ട് അദ്ദേഹം ഗ്രഹകാര്യമൊക്കെ ക്രമത്തിലാക്കി ഭക്ഷണം കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്തു. പിന്നീട് അടുത്തയാള് അംശാലോമാണ്. അംശാലോമിന്റെ അന്ത്യത്തെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമുണ്ട്. കണ്ടോ, ഒന്ന് വായിക്കാൻ പോകാം. അംശാലോമിന്റെ അന്ത്യത്തെക്കുറിച്ച് വായിച്ചു മോളെ. അബ്ശാലോം ദാവീദിന്റെ സേവകർക്ക് എതിർപ്പെട്ടു. അബ്ശാലോം കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർ കഴുത
കൊമ്പ് തങ്ങി നിൽക്കുന്ന ഒരു വലിയ കരിവേലകത്തിന് കീഴെ എത്തി. അവന്റെ തലമുടി കരിവേലകത്തിൽ പിടിപെട്ടിട്ട് അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. അവന്റെ കീഴിൽ നിന്ന് കോവർക്കഴുത ഓടിപ്പോയി. ഒരുത്തൻ അത് കണ്ടിട്ട് അബ്ശാലോം ഒരു കരിവേലകത്തെ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോവാബിനോട് അറിയിച്ചു. യോവാബ് തന്നെ അറിയിച്ചവനോട്, നീ അവനെ കണ്ടിട്ട് അവിടെ വെച്ച് തന്നെ വെട്ടിക്കളയുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 ശെക്കേൽ വെള്ളിയും ഒരു അരക്കച്ചയും തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അവൻ യോവാബിനോട് പറഞ്ഞത്, 1000 ശെക്കേൽ വെള്ളി എനിക്ക് തന്നാലും ഞാൻ രാജകുമാരന്റെ നേരെ കൈ നീട്ടുകയില്ല. അബ്ശാലോം കുമാരനെ ആരും തൊഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് രാജാവ് നിന്നോടും അബീശായോടും ഇത്തായിയോടും ഞങ്ങൾ കേൾക്കുകയല്ലോ കൽപ്പിച്ചു. ഇവിടെ കാര്യമൊക്കെ ഉണ്ട്. ദാവീദ് പറഞ്ഞു അവനെ സൂക്ഷിക്കണമെന്ന്. ദാവീദിന് പാര വെച്ച ദാവീദ് പറഞ്ഞ അവനെ, ഇതാണ് ദൈവത്തിന്റെ മനസ്സ്. നിങ്ങൾ കേട്ടോ, ദാവീദ് പറഞ്ഞു അവനെ സൂക്ഷിക്കണം. ഇനിയും ബാക്കി നിങ്ങൾ കേട്ടോണം, വായിക്കുമോളെ. ഞാൻ അവന്റെ പ്രാണനെ ദ്രോഹിച്ചിരുന്നുവെങ്കിൽ രാജാവിന് ഒന്നും മറവായിരിക്കില്ലല്ലോ. നീ തന്നെ എന്നോട് അകന്നു നിൽക്കുമായിരുന്നു. എന്നാൽ യോവാബ്, ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിച്ചു നേരം കളയുകയില്ല എന്ന് പറഞ്ഞു. 3 കുന്തം കയ്യിലെടുത്ത് അബ്ശാലോം കരുവേലകത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ അവന്റെ നെഞ്ചിനകത്ത് കുത്തിക്കിടത്തി. യോവാബിന്റെ ആയുധവാഹകന്മാരായ 10 ബാലിക്കാർ വളഞ്ഞു നിന്ന് അബ്ശാലോമിനെ അടിച്ചു കൊന്നു. പിന്നെ യോവാബ് കാഹളമൂതി. യോവാബ് ജനത്തെ വിലക്കിയത് കൊണ്ട് അവർ ഇസ്രായേലിനെ പിന്തുടരുന്നത് വിട്ടുമടങ്ങി. കേട്ടോ, ഈ മനുഷ്യന് യാത്ര ചെയ്ത് വരുമ്പോൾ, കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ, കരിവേലകത്തിന്റെ കീഴിൽ വെച്ച് അവന്റെ തലമുടി കരിവേലകത്തിൽ ഉടക്കിപ്പോയി. കഴുത അവനെ വിട്ട് ഓടിപ്പോയി. ഓടിച്ചവനെ വിട്ട് ഓടിപ്പോകുന്ന കാലം വരും. രാമീൻ പറ. ആ മർമ്മം മനസ്സിലായവരെ കൈപൊക്കിയ രാമീൻ പറ. നിന്റെ കുടുംബത്തെ ഓടിച്ചു കളഞ്ഞില്ലേ? ഓടിച്ചു കളഞ്ഞവനെ വിട്ട ചിലത് ഓടിപ്പോകും. ഓടിച്ചു കളഞ്ഞവനെ വിട്ട ചിലത് ഓടിപ്പോകും. ഓടിച്ചു കളഞ്ഞവനെ വിട്ട ചിലത് ഓടിപ്പോകും. ഓടിച്ച് കളഞ്ഞവനെ വിട്ട ചിലത് ഓടിപ്പോകും. ഇന്ന് രാവിലെ ആത്മാവ് പറയുക, നിന്റെ കുടുംബത്തെ ഓടിച്ചു കളഞ്ഞവനെ വിട്ട ചിലത് ഓടിപ്പോകാൻ പോകുക. എത്ര നാളും നിന്റെ കുടുംബത്തെ ഓടിച്ചോ അത്രയും ശക്തിയോടെ ചിലത് വിട്ട് ഓടിപ്പോകുന്ന ദിവസം ഇന്ന് രാവിലെ മാറാൻ തുടങ്ങുക. പ്രാർത്ഥിച്ച ദൈവകരങ്ങളിൽ സമർപ്പിച്ചോ. ദൈവമേ, ചിലത് ഇന്ന് രാവിലെ ഓടിപ്പോകട്ടെ, ചിലത് ഇന്ന് രാവിലെ ഓടിപ്പോകട്ടെ, ചിലത് ഇന്ന് രാവിലെ ഓടിപ്പോകട്ടെ. ഓടിച്ചു കളഞ്ഞവനെ വിട്ട് ചിലത് ഓടിപ്പോകട്ടെ. പ്രിയരെ, ഇന്ന് രാവിലെ കർത്താവിനോട് പറയുക, നിന്റെ കുടുംബത്തെ ഓടിച്ചു കളഞ്ഞവനെ ദൈവം ഇന്ന് രാവിലെ ഓടിക്കാൻ പോവാ. അത് വിശ്വസിച്ച് കൈ ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ കുടുംബം ഉയർന്നു വരണ്ടായിരുന്നു, നിന്നെ ഓടിച്ചതാ. ദൈവം ഇന്ന് രാവിലെ അതിനെ ഓടിക്കാൻ പോവാ. ആ ശക്തികളെ ദൈവം ഓടിക്കാൻ പോവാ. ഞാനൊരു വെളിപ്പാട് കാണുക. പാരമ്പര്യമായി വെളിപ്പെടുന്ന ചില രോഗശക്തികൾ ഓടാൻ പോകുക. പാരമ്പര്യമായി വെളിപ്പെടുന്ന ചില രോഗശക്തികൾ ഈ രാവിലെ ഓടിപ്പോകുക. ഈ രാവിലെ ഓടിപ്പോകുക. ഈ രാവിലെ ഓടിപ്പോകുക. ഉറച്ച ദൈവത്തിന് രാവിലെ ആമീൻ പറഞ്ഞു. ചിലത് ഇന്ന് രാവിലെ ഓടിപ്പോകാൻ തുടങ്ങുക. ചിലത് ഇന്ന് രാവിലെ ഓടിപ്പോകാൻ തുടങ്ങുക. ചിലത് ഇന്ന് രാവിലെ ഓടിപ്പോകാൻ തുടങ്ങുകയാ. നിങ്ങൾ ആത്മാവിൽ പറയണം, ചിലത് ഇന്ന് രാവിലെ എൻ്റെ കുടുംബത്തെ വിട്ട് ഓടിപ്പോകും. ബൈബിളിലൊരു വാക്യമുണ്ട്, ആരും ഓടിക്കാതെ, അറിയാവുന്നവർ പറഞ്ഞേ, ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. ഓടിപ്പോകുന്നല്ല, ദൈവം ഓടിക്കുന്ന. നിനക്ക് ഓടിപ്പോയതായിട്ട് തോന്നുന്ന ദൈവം ഓടിക്കുന്ന. നിന്റെ കുടുംബം ഓടത്തില്ല, നിന്റെ തലമുറ ഓടത്തില്ല, നിന്റെ വീട് ഓടത്തില്ല. അരകപ്രവന ഹന്തരാധന ഈ രാവിലെ ഓടിച്ചവനെ ഓടിക്കുന്ന ദൈവശക്തിക്ക് ചുടമന ഹടകതന ഘടക ശബ്ദരാധന അടപ്രവനിയാം ധേരഘടക അതൽപ്രവനിയാം ധേരഘടക. ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ തല കുനിച്ച കുടുംബങ്ങളല്ല തല ഉയർത്തുന്ന രാവിലെ ആകട്ടെ. തല കുനിച്ച കുടുംബങ്ങളല്ല തല ഉയർത്തുന്ന രാവിലെ ആകട്ടെ.
ഒരു മനുഷ്യൻ രാജാവിന്റെ രാജാങ്കണത്തിന്റെ മുമ്പിൽ തലകുനിച്ചിരിക്കുക. എവിടെയാണ് തലകുനിച്ചിരിക്കുന്നത്? നടു റോഡിന്റെ സൈഡിൽ തലകുനിച്ചിരിക്കുക. രട്ട ഉടുത്തിട്ടുണ്ട്, തലയിൽ വെണ്ണീർ വാരിയിട്ടിട്ട് തലകുനിച്ച് പട്ടണത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി കൈമലർത്തി പ്രാർത്ഥിക്കുക. ഒരധ്യായത്തിൽ, 4-ാമത്തെ അധ്യായത്തിൽ മുട്ടുകുത്തി തലകുനിച്ചവൻ 6-ാമത്തെ അധ്യായത്തിൽ തല ഉയർത്തിപ്പിടിച്ചു നിന്നു. കൈപൊക്കി ഒരു ആമീൻ പറയാൻ പറ്റുമെങ്കിൽ ആമീൻ പറഞ്ഞു. അവൻ തല ഉയർത്തി നിന്നു. 4-ാം അധ്യായത്തിൽ മുട്ടുകുത്തിയവൻ 6-ാം അധ്യായത്തിൽ തലകുനിച്ച് തല ഉയർത്തിപ്പിടിച്ചു നിന്നു. രാജാവെന്ന് രാത്രിയിൽ ചോദിച്ചു. രാജാവിന് ഉറക്കം വരുന്നില്ല. രാജാവ് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷനെ എങ്ങനെയാണ് ആദരിക്കേണ്ടത്? രാജാവിന് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷനെ എങ്ങനെയാണ് ആദരിക്കേണ്ടത്? രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷനെ എങ്ങനെയാണ് ആദരിക്കേണ്ടത്? അതായത് ഒരു സ്ഥലത്ത് ഈ മനുഷ്യനെതിരെ, കരയുന്ന ഈ മനുഷ്യനെതിരെ 50 അടി പൊക്കമുള്ള കഴുകുമരത്തിന്റെ ചിന്തേറിട്ടുകൊണ്ടിരിക്കുക. അപ്പുറത്ത് രാജാവിന് ഉറക്കം വരുന്നില്ല. ശേരസ് കയറി വന്നു പറഞ്ഞു, 5 അടി പൊക്കമുള്ളവനെ ഉയർത്താൻ 50 അടി പൊക്കമുള്ള കഴുകുമരം പണിയണം. ശേരസെ, നിനക്ക് തെറ്റിപ്പോയി. പ്രാർത്ഥിക്കുന്നവൻ മുട്ടുകുത്തിയാൽ എഴുന്നേൽക്കുന്ന, തല ഉയർത്തുന്ന ഒരു മഹാദൈവമുണ്ട്. തല ഉയർത്താൻ ശക്തിയുള്ള. എത്ര പേർക്ക് രാവിലെ ഉറപ്പുണ്ട്? എന്റെ തല ഉയർത്തുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. എന്റെ തല ഉയർത്തുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. എന്റെ തല ഉയർത്തുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. എന്റെ തല ഉയർത്തുന്ന ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കരമുയർത്തിപ്പറ, എന്റെ തല ഉയർത്തുന്ന ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ തല ദൈവം ഉയർത്തും. എവിടെ ഉയർത്തും? തല താഴ്ത്തിയിടത്ത്. ഏത് വീട്ടിലാണോ തല താഴ്ത്തിയത് അവിടെ തല ഉയർത്തും. ഏത് മക്കളുടെ പേരിലാണോ തല താഴ്ത്തിയത് അവിടെ ദൈവം നിന്നെ ഉയർത്തും. ഏത് വിഷയത്തിലാണോ തല താഴ്ത്തിയത് അത് പ്രാർത്ഥിച്ച് ദൈവത്തോട് പറയുന്ന രാവിലെ, കർത്താവേ, ഇന്ന വിഷയത്തിൽ ഞാൻ തല താഴ്ത്തിയിട്ടുണ്ട്. ഇന്ന വിഷയത്തിൽ തല താഴ്ത്തിയിട്ടുണ്ട്. ഇന്ന വിഷയത്തിൽ തല താഴ്ത്തിയിട്ടുണ്ട്. എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്നവൻ. ആദ്യമേ തല ഉയർത്തുവാണോ? അല്ല. ആദ്യം അവൻ നിന്റെ പരിചയ, അത് കഴിഞ്ഞ് അവൻ നിന്റെ മഹത്വ, അത് കഴിഞ്ഞിട്ടാണ് നിന്റെ തല ഉയർത്താൻ പോകുന്നത്. 3-ാമത്തെ സ്റ്റെപ്പിലാ എന്റെ ദൈവം നിന്റെ തല ഉയർത്താൻ പോകുന്നത്. 1-ാമത്തെ സ്റ്റെപ്പിൽ അവൻ നിന്റെ പരിചയാണ്. 1-ാമത്തെ സ്റ്റെപ്പിൽ അവൻ നിന്റെ പരിചയാണ്. 1-ാമത്തെ സ്റ്റെപ്പിൽ അവൻ നിന്റെ പരിചയാണ്. ഈ 3 സ്റ്റെപ്പ് ഒന്ന് കേൾക്കാതെ പോവരുത്. 1-ാമത്തെ സ്റ്റെപ്പിലെ തല ഉയർത്തുവാണോ? അല്ല. 1-ാമത്തെ സ്റ്റെപ്പിൽ എന്തുവാ? പരിചയ. എന്നാ പരിചയ എന്നറിയോ? അംശാലോം എയ്യുന്ന അമ്പ് കൊള്ളത്തില്ല. 2 മഹത്വം. എന്താ മഹത്വം? നിനക്കെതിരെ ഉണ്ടാക്കുന്ന തീയമ്പുകൾ നിഷ്ഫലമായി പോകും. തീയമ്പുകൾ നിഷ്ഫലമായി പോകും. തീയമ്പുകൾ നിഷ്ഫലമായി പോകും. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചോ, തീയമ്പുകൾ നിഷ്ഫലമായി പോകും. തീയമ്പുകൾ നിഷ്ഫലമായി പോകും. ഒരുപാട് കഷ്ടപ്പെട്ടു ജീവിതത്തിൽ, അല്ലയോടാ? ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പെന്തിക്കോസ് മീറ്റിംഗിൽ പങ്കെടുക്കുക. ഒത്തിരി യൗവനക്കാരെ നീ യേശുവിന് വേണ്ടി നേടും. നീ ഒരു അഭിഷക്തനാവും. നീ രാജ്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ വേല ചെയ്യും.
ഒരുപാട് രാജ്യത്ത് പോകും. നീ ജോലിക്ക് വേണ്ടി ഇപ്പൊ പോകാൻ തുടങ്ങുന്നേ, പക്ഷെ നീ ജോലി ചെയ്യുമെന്നല്ല, യേശുവിന്റെ സാക്ഷിയാവും. എടാ മോനെ, താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അത് ആടെ പേരില്ല, അപ്പൂപ്പന്റെ പേരില്ല. എത്ര പേരുണ്ട് നിങ്ങളുടെ വീട്ടിൽ? യേശുവിന് വേണ്ടി നേടും. നീ ഒരു അഭിഷക്തനാവും. നീ രാജ്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ വേല ചെയ്യും. യേശുവിന് വേണ്ടി നിൽക്കും. ഈ പോകുമ്പോ ഒരു ബൈബിൾ വാങ്ങിച്ചുകൊണ്ട് പോകണം. എൻ്റെ വകയായിട്ട് ഫ്രീ ആയിട്ട് ബൈബിൾ കൊടുത്തേക്കണം. ഒരു ബൈബിൾ എൻ്റെ പേരിൽ പറ്റെഴുതിയരാ. നിങ്ങളൊന്ന് കൈയടിച്ചൊരു സ്വോത്രം പറഞ്ഞേ. ഇത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഞാൻ മനുഷ്യനാണോ? എന്നാ 2 കൈ കൊണ്ട് പിടിച്ചോ. ഒരു ഉമ്മയൊക്കെ കൊടുത്തോ ആ ബൈബിളിന്. ഇനി യേശുവിന് വേണ്ടി ജീവിച്ചോണം.
ഉള്ളിൽ കുരുക്കതിൽ വീണതില്ല. വഹിച്ചതീന ഉള്ളിൽ കുരുക്കതിൽ വീണതില്ല. നോക്കിയതീന തുമ്പമൊന്നും വീശില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പമൊന്നും വീശില്ല. ഓ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താകിടും. ഓ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താകിടും. അത് സാരമില്ല പോയിടും കന്മാവിനെ ചേർത്തിടും. സാരമില്ല പോയിടും കന്മാവിനെ ചേർത്തിടും. ഓ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ. രാവിലെ നിനക്കത്ത് വിടുതൽ നടക്കുക. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ യേശു ഇന്നലെ ഇന്നും എന്നും അനന്യനായ ദൈവമാണ്, നല്ലവനാണ്. ഓ ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുക. ഓ ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുക. ഓ തണലേക്കു നൽകിയിടുക വലഭാഗത്തായി തണലേക്കു നൽകിയിടുക വലഭാഗത്തായി. ഓ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി